അപ്പോൾ നമുക്ക് വീണ്ടും പാട്ടെഴുത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അമ്മേ നാരായണ എന്ന പാട്ട് പറ്റി സൂചിപ്പിച്ചിരുന്നല്ലോ. അത് അടങ്ങിയ കാസറ്റിൻ്റെ പേര് ഗുരുതി പൂജ എന്നാണ്. അപ്പോൾ ഈ ഗുരുതി പൂജ കഴിഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് പ്രചാരത്തിലായി വരുന്ന സമയത്ത് അതേ ഈണത്തിൽ തന്നെ ഗുരുവായൂരപ്പനെ കുറിച്ച് പാട്ടെഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തൃശ്ശൂരുള്ള താണിക്കുടം എന്ന സ്ഥലത്ത് നിന്ന് ഒരു കണ്ണൻ എന്ന പേരുള്ള ആൾ വന്നിട്ട് താണിക്കുടത്തെ അമ്മയെ പറ്റി 10 പാട്ട് എഴുതണം എന്ന് ആവശ്യപ്പെടുന്നത്. ബിജു നാരായണൻ ആണ് പാടുന്നത് പാട്ട്. പ്രിയ മേനോനും പാടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ആ പാട്ട് എഴുതാൻ ഞാൻ താണിക്കുടത്ത് പോയിട്ടേ ഇല്ല. അപ്പം ചോറ്റാനിക്കര പോകാതെ ചോറ്റാനിക്കര അമ്മയെ കുറിച്ച് എഴുതിയ ആളാണല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് താണിക്കുടത്ത് പോകാതെ തന്നെ താണിക്കുടത്തെ പറ്റി എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ പാട്ടുകൾ എഴുതി. MG അനിലായിരുന്നു സംഗീതം. വളരെ മനോഹരമായ പാട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഒരു അത്ഭുതം തോന്നിയത്, ഞാൻ പാട്ട് എഴുതി വന്നപ്പോൾ ശയനപ്രദക്ഷിണം ചെയ്യുന്ന പുഴയും ശരണാർത്ഥികളാം ഭക്തന്മാരും എന്നെഴുതി. അത് ഞാനൊരു മീറ്ററിനനുസരിച്ച് എഴുതി പോയതാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഈ താണിക്കുടം അമ്പലത്തിൽ പോയി. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ അമ്പലത്തിന് ചുറ്റിപ്പറ്റി ഒരു നദി ഒഴുകുന്നുണ്ട്. പക്ഷേ ഇത് ഈ മഴക്കാലത്ത് ഈ അമ്പലത്തിന് ചുറ്റും വെള്ളമാകും. അപ്പം നദി ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. പാട്ടെഴുത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് എനിക്കത് കണക്കാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ 1-2 കാസറ്റുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആലാപ് സ്റ്റുഡിയോയിലെ മോഹൻദാസ് എന്നെ വിളിക്കുന്നത്. മോഹൻദാസ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഓഫീസിലാണ്. അതെ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? അത് 2 പാട്ട് എഴുതണം. നമ്മൾ 2 പാട്ട് എഴുതാമല്ലോ, കുഴപ്പമില്ല. അല്ല, അതല്ല, 2 പാട്ട് നീളമുള്ള ലെങ്ത് ഉള്ളതാണ്. രണ്ടും കൂടെ 40-42 മിനിറ്റ് വരും. അയ്യോ, നമ്മൾ എങ്ങനെ എഴുതും? അത് എഴുതാമോ? സമയമുണ്ടോ? ഇല്ല, ഇന്ന് എഴുതണം. നമ്മൾ ഇന്ന് എഴുതണോ? ഇന്നെങ്ങനെ എഴുതാൻ പറ്റും? അല്ല, ഇന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതിയേ പറ്റൂ. കാരണം നാളെ എൻ്റെ ട്രാക്ക് എടുക്കണം. എന്നിട്ട് മറ്റന്നാൾ ഉണ്ണിച്ചേട്ടൻ പാടണം. പാടിയിട്ട് അദ്ദേഹം വിദേശത്ത് പോവുകയാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ചോറ്റാനിക്കരയുടെ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് റിലീസ് ചെയ്യണം. ഭയങ്കരമായ ഒരു പ്രശ്നം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ മറ്റൊന്ന് ഇതായിരുന്നു. അപ്പം ഞാൻ ഉടനെ MG അനിലിനെ വിളിച്ച് പറഞ്ഞു, അനിലേ, ഇതെങ്ങനെ പറയുന്നത്? എന്ത് ചെയ്യാൻ? എനിക്ക് എഴുതാൻ പറ്റത്തില്ലോ. ചേട്ടാ എഴുതി ചേട്ടാ, ചേട്ടന് ജോലി ഉണ്ടല്ലോ. ഞാനൊക്കെ ഈ കല കൊണ്ട് ജീവിക്കുന്നവരല്ലേ, ഒരു വർക്ക് വന്നാൽ അത്ര നല്ലതല്ലേ, ചേട്ടൻ ശ്രമിക്കേ, പറ്റും എന്ന് പറഞ്ഞു. ഈ ഹനുമാനെ ഇങ്ങനെ പ്രേരിപ്പിച്ചതുപോലെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചു. അങ്ങനെ വൈകുന്നേരം 5:30 മണിയായപ്പോൾ ഞാൻ അന്ന് മൊബൈലൊന്നുമില്ല, ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് 5:30 മണിയായപ്പോൾ ഞാൻ ചോറ്റാനിക്കരയിൽ പോയി എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. ചെന്നു. അത് ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഈ ചോറ്റാനിക്കര കീഴ്ക്കാവിൽ ചെന്ന് അവിടുത്തെ ഗുരുതി പൂജയും മറ്റുമൊക്കെ കണ്ടു. അവിടെ ഇവിടെയൊക്കെ നടന്ന് തിരിച്ച് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 9-10 മണിയോടുകൂടി ഞാൻ എഴുതി തുടങ്ങി. അത് ഭയങ്കര രസമാണ്. എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗം എൻ്റെ ഒരു കുബുദ്ധിയാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. ഞാനൊരു പേപ്പർ എടുത്തിട്ട് ആ എന്നെഴുതി, എന്നിട്ട് 3 വരി വിട്ടു. ആ എന്നെഴുതി, പിന്നെ 3 വരി വിട്ടു, പിന്നെ ഈ എന്നെഴുതി, പിന്നെ 3 വരി വിട്ടു, ഈ എന്നെഴുതി. അങ്ങനെ ഞാൻ ഇങ്ങനെ വരെ എഴുതി വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഇത് ഫില്ല് ചെയ്യണം. അപ്പം അവിരാമ കളേബര കാന്തിയുമായി അങ്ങനെ പോയി. ഞാൻ ആശ്രിത വത്സലയാം അങ്ങനെ പോയി. 3-മത്തേത് ഈ ഇന്ദു കലാധരി വരദാഭയകരി സുന്ദരി ശുചികുര ഭാരധരി സുരവന്ദിത പീനപയോധരി താവക മന്ദിരമടിയനു പാവഹരി. ഇങ്ങനെ എഴുതി വരെ കഴിഞ്ഞിട്ടും പിന്നെയും ലെങ്ത് വേണമല്ലോ. ഞാൻ പതുക്കെ ഒന്ന് പാടി നോക്കുന്നുണ്ട്, സമയം നോക്കുന്നുണ്ട്. അപ്പോൾ പറ്റില്ല. അപ്പോൾ പിന്നെ എഴുതി, പിന്നെ വായിൽ വന്ന പോലെ എഴുതി. അപ്പോഴത്തേക്കും ഒരു ഫ്ലോ കിട്ടി, എനിക്ക് വരികൾ വന്നു തുടങ്ങി. അങ്ങനെ ആ പാട്ട് തീർന്നു. അടുത്ത പാട്ട് രാത്രി തന്നെ 12 മണിക്ക് ഞാൻ തുടങ്ങി അടുത്ത പാട്ട്. അതിങ്ങനെ, കരളു നൊന്തു കേണിടുന്ന ഞങ്ങൾ കരുണ തേടി വന്നിടുന്നു മുന്നിൽ, കഥനമാരി തീടുന്നൊരംബികേ ശരണപങ്കജങ്ങൾ കൈതൊഴുന്നേൻ, കുപിതയായ ദുർവിധി പിശാചിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
എനിക്ക് ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്നിട്ട് രാത്രി എപ്പോഴോ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് 5 മണി മുതൽ വീണ്ടും എഴുതി തുടങ്ങി. ഒരു 8:30 ഞാൻ ആലാപ് സ്റ്റുഡിയോയിലെത്തി, ചോട്ടയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാനിതിങ്ങനെ MGNL ഏൽപ്പിച്ചു. അനിൽ അത് ട്രാക്ക് പഠിക്കാൻ ഒരാൾ വന്നു, അപ്പോൾ അയാളെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുറച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, കുറച്ചുകൂടെ ലൈൻസ് വേണം, ഇത് തികയത്തില്ല എന്ന് പറഞ്ഞു. കാരണം 42 വരെ എത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ബാക്കിൽ ഒരു പോർട്ടിക്കോയിൽ ചെന്നിരുന്നുകൊണ്ട് എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. മതിയാകും വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ട്യൂൺ എൻ്റെ മനസ്സിങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് എന്ത് പറഞ്ഞാൽ ആ ട്യൂണിലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എഴുതി കൊടുത്തു. ദേവി ഭഗവതി എന്നാണ് ആ കാസറ്റിൻ്റെ പേര്. അത് യൂട്യൂബിലൊന്നും വന്നിട്ടില്ല. അതത് റിലീസ് ചെയ്തു. അത് നല്ല ഉണങ്ങി പോയി. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ ആ സമയത്ത് വേറൊരു കാസറ്റ് വന്നു, ദേവി മന്ത്രം, പള്ളിപ്പുറം മോഹനചന്ദ്രൻ എഴുതിയ സാധനം. അത് ഭയങ്കരമായിട്ട് വിറ്റഴിഞ്ഞു പോയി. അത് വന്നതോടുകൂടി ഇതിന് അത്ര പ്രചാരം ഇതിന് കിട്ടിയില്ല. ഇല്ലെങ്കിൽ നല്ല ലിറിക്സായിരുന്നു. ഈ അമ്മേ നാരായണ വളരെ സിമ്പിൾ രചനയാണത്, വളരെ ലളിതമായ രചനയാണത്. പക്ഷേ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. കാരണം ഒന്നാമത് ഒറ്റയിരിപ്പിൽ എഴുതി എന്നുള്ളൊരു കാര്യം, ഇത്രയും വരികൾ ഒറ്റയിരിപ്പിൽ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹിന്ദു കലാധരി എന്നുള്ള ആ വാക്കുകളിലൊക്കെ ആ പദങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് വന്ന് ഇങ്ങനെ ആരോ കൊണ്ട് തരുന്ന പോലെ കിട്ടിയെന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ദേവി ഭഗവതി ഞാൻ എഴുതിയ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. കാരണം വെച്ചാൽ അതിൽ നല്ല സാഹിത്യ അംശങ്ങളൊക്കെ ഉള്ളൊരു പാട്ടാണ്. ഈ ഗുരുതി പൂജ എന്നുള്ള പാട്ടിനകത്ത് അതൊരു ലളിത രചനയാണ്. പക്ഷേ ഈ ദേവി ഭഗവതിയിലെ പാട്ടുകൾ വളരെ എനിക്കിഷ്ടപ്പെട്ടതാണ്. കാരണം അത് രചന കൊണ്ടും വാക്കുകൾ നല്ല വൃത്തിയായിട്ട് സമന്വയിപ്പിച്ചത് കൊണ്ടുമൊക്കെ എനിക്കതൊരു വളരെ സന്തോഷമുള്ള ഒരു പാട്ടാണത്. പക്ഷേ അതിൻ്റെ യൂട്യൂബിൽ നിന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു 1500ഓളം പാട്ടുകൾ എഴുതി കാണണം. പലതും എൻ്റെ കയ്യിൽ ഇല്ല. പലതും പല ഘട്ടങ്ങളിൽ പലരുമായിട്ട് ചെയ്തതാണ്. ചില കാസറ്റുകൾ ഇറങ്ങാതെ വന്നിട്ടുണ്ട്, മറ്റ് കാസറ്റുകൾ എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നിട്ടുണ്ട്, ലിറിക്സ് ഇല്ലാതെ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 1500ഓളം പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ഫങ്ഷനായിട്ട് നടത്തണം. കേരളത്തിലെ 14 ജില്ലകളിലും ഇതേക്കുറിച്ച് ഒരു പ്രോഗ്രാം നടത്തണം എന്ന് പറഞ്ഞ ചില സുമനസ്സുകളായ ചില സുഹൃത്തുക്കൾ, യുവ സുഹൃത്തുക്കളായിട്ട് സമീപിച്ചെങ്കിലും ഞാൻ പറഞ്ഞതൊന്നും വേണ്ട, അത്രത്തോളമൊന്നും ആവശ്യമില്ല, നമ്മളിങ്ങനെ അത് കാണിക്കേണ്ട കാര്യമില്ല. പാട്ട് എന്തായാലും ഉണ്ടല്ലോ, ഞാൻ മരിച്ചാലും വയലാർ പറഞ്ഞ പോലെ ഇനി എത്ര ജന്മങ്ങൾ കൊഴിഞ്ഞാലും ഈ പാട്ട് ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം അത് ഇപ്പോൾ ഇതൊരു ട്രഡീഷണൽ സോങ് പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. ആരെഴുതി ആര് സംഗീതം എന്ന വിഷയമുള്ള കാര്യമല്ല. പല വീടുകളിലും സന്ധ്യാനാമമായിട്ട് അമ്മേ നാരായണ എന്നുള്ള പാട്ടൊക്കെ ചൊല്ലുന്നുണ്ട്. ഈ ട്രെയിനിൽ പോകുന്ന സഹോദരിമാർ, അമ്മമാർ, തീർത്ഥയാത്രയിൽ പോകുന്നവരുടെ നാവിൽ നിന്ന് ഈ പാട്ടാണ് വരുന്നത്. ഓട്ടോറിക്ഷകളിലും എല്ലാം ഈ പാട്ടുകളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഒരു കുറയാൻ സാധ്യതയില്ല. ഇത് കാലാതിവൃത്തിയായിട്ട് പോകുന്നൊരു പാട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ അനുഭവങ്ങളെല്ലാം കൂടി, പാട്ടെഴുതുന്ന അനുഭവം, 50 വർഷത്തെ പാട്ടിന് അനുഭവങ്ങൾ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയും പാട്ടെഴുത്തിൻ്റെ 50 ആണ്ടുകൾ എന്ന പേരിലൊരു പുസ്തകം ഞാൻ രചിച്ചിട്ടുണ്ട്. അതിൽ മിക്കവാറും പാട്ടുകൾ വന്ന വഴി പാട്ടുകളുടെ എഴുതിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് വായിക്കുന്നവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും പുസ്തകം. അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത കുറച്ച് പാട്ടുകളുടെ യൂട്യൂബ് ലിങ്കും ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആളുകൾക്ക് വായിച്ചാൽ കേൾക്കാനുമൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ ചേർന്നാണ് ഈ പാട്ടുകൾ സ്വീകരിക്കുകയും എന്നെ ഈ ഒരു അവസ്ഥയിൽ ഈ നിലയിലെത്തിക്കുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ പാട്ട് ജീവിതത്തിൽ ഈ അമ്മേ നാരായണ എന്നുള്ള പാട്ട് എഴുതിയില്ലായിരുന്നെങ്കിൽ, 27 വർഷത്തിന് മുമ്പ് ആ പാട്ട് എഴുതിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രത്തോളം പാട്ടുകൾ എഴുതാനുള്ളൊരു സാധ്യത എനിക്കുണ്ടാവില്ലായിരുന്നു. ആ ഒരു പാട്ടാണ് എൻ്റെ ദിശ എന്നെ മാറ്റിയത്.
അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു. ആ പാട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് പലയിടത്തും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം പാട്ടെഴുത്തിൻ്റെ 50 ആണ്ടുകൾ തൃശ്ശൂരിൽ വെച്ച് അത് ഗീതം സംഗീതം എന്ന കേരളത്തിലെ മികച്ച സാംസ്കാരിക വേദികളിൽ ഒന്നായ ഗീതം സംഗീതത്തിൻ്റെ വേദിയിൽ വെച്ച് വയലാർ ശരത്ചന്ദ്ര വർമ്മ ആ പുസ്തകം ജയരാജ വാര്യർക്ക് കൈമാറിക്കൊണ്ട് പ്രകാശിപ്പിക്കുകയുണ്ടായി. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളെന്നോട് പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.